ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരു അടിപൊളി ടേസ്റ്റുള്ള ഒരു യമ്മി ആയിട്ടുള്ളൊരു ചിക്കൻ്റെ റെസിപ്പി കണ്ടുനോക്കിയാലോ. അപ്പോൾ ഇതിൻ്റെ പേരാണ് ഇഫ ചിക്കൻ. ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടുനോക്കാം. അപ്പോൾ ചിക്കനിലേക്ക് വേണ്ട ഒരു മസാല ഉണ്ടാക്കാനായിട്ട് 2 സ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടെടുക്കുക. ഗരം മസാല കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക് പൊടി നിങ്ങൾക്ക് എത്രയാണെന്ന് എരിവ് വേണ്ടേ അതിനാവശ്യത്തിന് കുരുമുളക് പൊടി എടുക്കുക. പിന്നെ തേര്, നല്ല കട്ട തേരാണ് കേട്ടോ വേണ്ടേ, അതൊരു 2-3 സ്പൂണ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ കറക്റ്റ് 1 കിലോ ചിക്കനാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ 1 കിലോ ചിക്കനാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ ഈ ഒരു അളവിൽ തന്നെ ഏകദേശം എല്ലാം എടുത്താൽ മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് 2 മൂടി സിർക്ക ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം. അത് നന്നായിട്ട് സ്മൂത്തായിട്ട് അരച്ചെടുത്ത ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആയിരിക്കണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒറിഗാനോ നിർബന്ധമില്ല കേട്ടോ, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഒരു ടേസ്റ്റ്, ഒറിഗാനോൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തതാണ്, വേണമെന്ന് ഒരു നിർബന്ധമില്ല. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നല്ലേക്ക് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ 1 കിലോ ചിക്കൻ ഇതുപോലെ 4 പീസാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്, വലിയ പീസാക്കിയിട്ട്. ചെറിയ പീസായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ മസാലയിലേക്ക് ഈ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നന്നായി മസാല തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു മണിക്കൂറെങ്കിലും നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. എപ്പോഴും ചിക്കൻ്റെ അൽഫാമും ഷവായും അതൊക്കെ കഴിച്ച് എല്ലാവർക്കും മടുത്തായിരിക്കില്ലേ. അപ്പം ഡിഫറെൻ്റ് ആയിട്ടൊരു ടേസ്റ്റ് പരീക്ഷിച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പം നമുക്കൊരു ഗസ്റ്റൊക്കെ വരുമ്പം അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനും നമുക്കൊരു സ്റ്റാറൊക്കെ ആവാമെന്നുള്ളൊരു രീതിയിൽ അടിപൊളിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. കാരണം അത്രയും സിമ്പിളാണ്. അപ്പോൾ ഇതേപോലെ നല്ല രീതിയിൽ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് 1 മണിക്കൂറെങ്കിലും മാക്സിമം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. അപ്പോൾ ഗ്യാസ് ഓൺ ചെയ്ത് ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നുള്ളത്. ഓയിൽ നല്ലോണം ഒഴിച്ച് ചൂടാക്കിയിട്ടാകുമ്പോൾ നമ്മൾ സാധാ തവയിൽ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുക്കൂലേ, അതേപോലെ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇതൊന്ന് വെക്കുക. പിന്നെ ഇത് വലിയ പീസായത് കൊണ്ട് തന്നെ കുറച്ചധികം നേരം എടുത്ത് ചെറിയ ഫ്ലെയിമിലിട്ട് നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ചെറിയ പീസാക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ, എന്നാലും കുറച്ചുകൂടി കാണാൻ ഭംഗിയെല്ലാം വലിയ പീസാക്കിയിട്ട് ആക്കുമ്പോഴായിരിക്കും. അപ്പോൾ ഇതേപോലെ ഓയിൽ ഒഴിച്ച് നല്ലേക്കൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ അടച്ച് വെച്ച് കുക്ക് ചെയ്താൽ കുറച്ചും കൂടി ഒന്ന് വേഗത്തിൽ കുക്കായിട്ട് കിട്ടും. അപ്പോൾ ഇതേപോലെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂറെങ്കിലും ഇങ്ങനത്തെ വലിയ പീസായതുകൊണ്ട് ഈ ചിക്കൻ വേകാൻ വേണ്ടി സമയം എടുക്കും. അപ്പോൾ ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് ഇതിലേക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോസ് ഉണ്ടാക്കാം. അതിനായിട്ട് പുഴുങ്ങിയ മുട്ടേൻ്റെ മഞ്ഞ കളഞ്ഞിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഈ 1 കിലോ ചിക്കൻ ഏകദേശം 2 മുട്ടൻ്റെ വെള്ളം മതി കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു 4 അല്ലി വെളുത്തുള്ളി തൊലി കളഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ 3 മുട്ടൻ്റെ വെള്ളയാണ് എടുത്തിട്ടില്ലേ, പക്ഷേ അത് കുറച്ച് അധികമായി പോയിനേനു. കറക്റ്റ് 2 മുട്ടൻ്റെ വെള്ളം മതി. പിന്നെ അതിലേക്ക് 2 സ്ലൈഡ് ചീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഫ്രഷ് ക്രീമാണ്. ഒരു 4 സ്പൂണോളം ഫ്രഷ് ക്രീം ഒഴിച്ചെടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് ഒരു 2 സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലോ ഏത് ഓയിലായാലും കുഴപ്പമില്ല. അപ്പോൾ 2 സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. അപ്പം കാണുമ്പോൾ ഒരു മയണീസൊക്കെ പോലെയുണ്ട്, പക്ഷേ ആ ഒരു ടേസ്റ്റായിട്ട് ഒരു മാച്ചിങ്ങേ ഇല്ല കേട്ടോ. വേറെ തന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് ഈ സോസിന്. സോസ് മാത്രം കഴിക്കുമ്പോൾ നമുക്ക് വലിയ ടേസ്റ്റായിട്ട് തോന്നില്ല. അപ്പോൾ അങ്ങനെ ആ സോസ് റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും ചിക്കനൊക്കെ ഒന്ന് പെർഫെക്റ്റായിട്ട് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലോണം ഒന്ന് വെന്ത് വന്ന ചിക്കനിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച സോസ് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാണ്ട് തന്നെ ഈ സോസ് നല്ലോണം എല്ലാ ചിക്കൻ്റെ മേലെയും നല്ലേക്കൊന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ സോസ് മുഴുവനായിട്ട് ഇങ്ങനെ ഫുള്ളായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. സിമ്മിലിട്ടിട്ട് വേണം ഫ്ലെയിം വെക്കാനായിട്ട്, അല്ലെങ്കിൽ ചിക്കൻ കരിഞ്ഞു പോകും. കാരണം നല്ലേക്ക് വെന്ത് വന്ന ചിക്കനല്ലേ. അപ്പോൾ എല്ലാ ഭാഗത്തും നല്ലേക്ക് തേച്ചിട്ട് നല്ലേക്ക് ഫുള്ളായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ.
പിന്നെ ഒരു 5-10 മിനിറ്റ് ഇതേപോലെ ഒന്ന് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു 5-10 മിനിറ്റ് അതേപോലെ അടച്ച് വെച്ച് വേവിച്ചാൽ ആ ഒരു സോസിൻ്റെ ടേസ്റ്റും കൂടി ചിക്കനിൽ നല്ലോണം കിട്ടും കേട്ടോ. അപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണമെന്നൊന്നുമില്ല. പിന്നെ വീഡിയോയ്ക്ക് വേണ്ടി ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. ചപ്പാത്തിൻ്റെ കൂടെയും പൊറോട്ടൻ്റെ കൂടെയും കുബൂസിൻ്റെ കൂടെയും ഒക്കെ അടിപൊളിയാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ വേറൊരു സോസോ ഒരു മയണൈസോ ഒന്നും വേണമെന്നില്ല. ഈ ഒരു മസാല തന്നെ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. പുതിയ പുതിയ സിമ്പിളായിട്ടുള്ള റെസിപ്പീസും ഒക്കെ ആയിട്ട് ഇനിയും കാണാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ.